ഹലോ ഗായ്സ്, എല്ലാവർക്കും കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. നമ്മുടെ മെഷീൻസിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അതേപോലെ നമ്മുടെ നെറ്റ്വർക്ക്സിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പവർ സിസ്റ്റവും കൂടി വരാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് ആണ്. പവർ ഇലക്ട്രോണിക്സ് സിലബസിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയയും നമ്മളെ സ്വിച്ചിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റും പഠിക്കാം. നമ്മളൊരു ബേസിക് കൺസെപ്റ്റാണ് പറയുന്നുള്ളൂ ഈ ഒരു ക്ലാസ്സിൽ. നമുക്ക് അതിലേക്ക് പോകാം. അതിനേക്കാളും മുന്നേ പവർ ഇലക്ട്രോണിക്സിൽ മെയിനായിട്ട് ഉള്ള ആ ഒരു സിലബസ് എന്താണ്, നമ്മളെ AEയുടെ സിലബസാണ് എടുത്തിരിക്കുന്നത്. KCBയുടെ സിലബസാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ പഠിച്ചാലും മതി. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. AEIയിൽ, അതായത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ പവർ ഇലക്ട്രോണിക്സ് എന്ന് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളൊരു 6 to 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പവർ ഇലക്ട്രോണിക്സ്. നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു പുതിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ള വരുന്ന ഒരു സബ്ജക്റ്റായ കാരണം, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായി വരുന്ന കാരണം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം, അതിൽ തെറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിരിക്കുന്നത് കൂടുതലായിട്ട് നമ്മുടെ തൈറിസ്റ്റർ അല്ലെങ്കിൽ SCRൻ്റെ ആ ഒരു dV/dI പ്രൊട്ടക്ഷൻ, അതേപോലത്തെ കുറച്ച് ഏരിയാസാണ്. നമുക്കതിലേക്ക് വരാം. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ചോപ്പേഴ്സ്, അതേപോലെ തന്നെ സൈക്ലോ കൺവേർട്ടേഴ്സ്, ആ ഒരു ഏരിയ എന്നൊക്കെയാണ് വെറുതെ ടച്ച് ചെയ്ത് ചോദിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ചിലപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചോദിക്കാം. ഇനി വരുന്ന എക്സാമിന് കുറച്ച് കൂടി കോമ്പറ്റീഷൻ ലെവൽ കൂട്ടാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ പോവാം. ഞാൻ ആക്ച്വലി ഇതാണ് നമ്മുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ, പവർ ഡയോഡ്സ്, അതേപോലെ ട്രാൻസിസ്റ്റേഴ്സ്, നമ്മുടെ സ്വിച്ചസ് ബേസിക്കായിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്, ഫുള്ളി കൺട്രോൾ, ഹാഫ് കൺട്രോൾ, സെമി കൺട്രോൾഡ് ഒക്കെ ഉണ്ടാവും. അതേപോലെ പിന്നെ വരുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് അതിന് മുന്നേ ചോപ്പേഴ്സ് ആൻഡ് ഇൻവേർട്ടേഴ്സ്. ഇത് രണ്ടും വേറെ 2 കാറ്റഗറീസാണ്. അപ്പോൾ അതുപോലെ തന്നെ ചോപ്പേഴ്സ് ആൻഡ് ഇൻവേർട്ടേഴ്സ്. ഇനി വരുന്ന ഒരു എക്സ്ട്രാ ഏരിയ അല്ലെങ്കിൽ ഡ്രൈവ്സിൻ്റെ ഒരു ഏരിയ എന്നാണ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് അഡ്ജസ്റ്റബിൾ സ്പീഡ് DC ആൻഡ് AC ഡ്രൈവ്സ്. സോ ആ ഒരു സെഷൻ കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് നമുക്ക് പവർ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് എന്ന് പറഞ്ഞ മൊഡ്യൂള് ഒരെണ്ണം, അതേപോലെ രണ്ടാമത്തെ മൊഡ്യൂള് ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്, അത് രണ്ടാമത്തെ മൊഡ്യൂളായിട്ടും, മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ഇൻവേർട്ടേഴ്സ്, പിന്നെ 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ചോപ്പേഴ്സൊക്കെ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ചോപ്പേഴ്സ് എന്നാണ് കഴിഞ്ഞ വട്ടം 3-4 ചോദ്യം 2-3 ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ സ്വിച്ചസ് ഒന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വിച്ചസ് എടുക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് സ്വിച്ചുകളാണ് SCR, മോസ്ഫെറ്റ്, അതേപോലെ കൂടുതൽ പവർ ഇലക്ട്രോണിക്സ് സ്വിച്ചുകൾ നോക്കുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത്. SCR എന്നൊക്കെ ധാരാളം മെയിനായിട്ട് ലാച്ചിങ് കറണ്ട്, ഹോൾഡിങ് കറണ്ട്, ആ ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ IGBT, പിന്നെ GTO, മോസ്ഫെറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞ് BJT എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ട്രയാക്ക്, ഇതിൽ തന്നെ വരുന്ന ട്രയാക്ക്, ഡയാക്ക്, അങ്ങനത്തെ കുറച്ച് നമ്മൾ ആ ഒരു സ്വിച്ചിങ് കാറ്റഗറി മൊത്തം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്. അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിൽ തന്നെ നമ്മൾ പഠിക്കും കൺട്രോൾഡ് റെക്ടിഫയേഴ്സും, അതേപോലെ അൺകൺട്രോൾഡ് റെക്ടിഫയേഴ്സും പഠിക്കും. അപ്പോൾ ഈ കൺട്രോൾ തന്നെ വീണ്ടും ഡിവിഷൻസ് ഉണ്ട്. സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്, അതുകൂടാതെ സെമി കൺട്രോൾഡ് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി. അപ്പോൾ ഇത് നമ്മൾ നോക്കി വന്നു കഴിഞ്ഞാൽ ഒരു നിര തന്നെയുണ്ട് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു വലിയൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനുള്ള ഒരു വലിയ മൊഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മൾ ഇൻവേർട്ടേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ഒരു പവർ ഇലക്ട്രോണിക്സിൻ്റെ ലോജിക്, അതല്ലെങ്കിൽ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ലോജിക്കാണ്. റൈറ്റ്, മീൻസ് നമുക്ക് ലോജിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് പവർ ഇലക്ട്രോണിക്സ് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ല.
ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് കൂടുതൽ ഫോം ഫാക്ടർ പഠിക്കാനുണ്ടാവും. ഫോം ഫാക്ടർ, അതേപോലെ നമുക്ക് പഠിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് റിപ്പിൾ ഫാക്ടർ പഠിക്കാനുണ്ടാവും. ഓരോ കൺവേർട്ടറിൻ്റെയും, അതായത് ഫേസ് കൺട്രോൾ റെക്ടിഫയറിൻ്റെയും ഫോം ഫാക്ടർ, റിപ്പിൾ ഫാക്ടർ, എഫിഷ്യൻസി, അതുപോലെ ആവറേജ് പവർ. നമുക്കെല്ലാവർക്കും അറിയാം ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ V0 × I0. ബട്ട് ഈ പവർ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ കേസിലും നമുക്കത് അപ്ലിക്കബിൾ അല്ല. എല്ലാ സമയത്തും ആവറേജ് പവർ V0 × I0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ അതിനൊക്കെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു വേവ് വരച്ചു. ദിസ് ഈസ് സ്മോൾ സൈൻ വേവ്. ഓക്കെ, അപ്പോൾ ഈ സൈൻ വേവിൻ്റെ ആവറേജ് വാല്യൂ എന്താണ്? ആവറേജ് വോൾട്ടേജ് എന്താ? V average ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ഈ ഒരു സിഗ്നലിൻ്റെ, ഈ ഒരു സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ V average ഈക്വൽ ടു 0 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോം ഫാക്ടർ എന്താ? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം RMS ബൈ ആവറേജ് വാല്യൂ എന്തെങ്കിലും ആയിക്കോട്ടെ, RMS ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. നമുക്കെന്താ അറിയാം? 0 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലിക്കബിൾ അല്ല. നമുക്ക് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അതായത് നമ്മുടെ ഫോം ഫാക്ടർ ഇൻഫിനിറ്റി ആവാൻ, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും നമ്മൾ എടുക്കുന്ന ഒരു പ്രീ ഡിഫൈൻഡ് സെക്ഷനിൽ മാത്രമാണ് നമുക്ക് ഈ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ, അങ്ങനത്തെ വാല്യൂസ് കാണാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായാലാണ് നമുക്ക് പവർ ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇനി അടുത്തൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻവേർട്ടേഴ്സാണ്. അതേപോലെ അടുത്ത മൊഡ്യൂൾ ചോപ്പേഴ്സാണ്. സ്വിച്ചസിനെ കുറിച്ച് ഒരു നല്ലൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവേർട്ടേഴ്സ് വളരെ എളുപ്പമാണ്. അതേപോലെ ചോപ്പർ ഏറ്റവും എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് ആക്ച്വലി പവർ ഇലക്ട്രോണിക്സിൽ. അപ്പോൾ ചോപ്പേഴ്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പിക്കപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. സൈക്ലോ കൺവേർട്ടേഴ്സ് എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. പിന്നെ ചോപ്പേഴ്സ് എന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്വിച്ചസ് ഉള്ള കൺസെപ്റ്റ് ഒന്നും നമ്മൾ ടെക്നിക്കൽ പവർ ഇലക്ട്രോണിക്സ് ഉള്ള ഇതേ സിലബസിൽ വരുന്ന ഒരുവിധം എല്ലാത്തൊന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്വിച്ചസിൻ്റെ മെയിനായിട്ട് എന്താണ് തൈറിസ്റ്ററിൻ്റെ dV/dt പ്രൊട്ടക്ഷൻ, di/dt പ്രൊട്ടക്ഷൻ, ആ ഒരു ഏരിയ, പിന്നെ ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട്, ആ ഒരു ഏരിയാസൊക്കെ കണ്ടിട്ടുണ്ട് സ്വിച്ചസിൻ്റെ കേസിൽ. സോ അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആണെങ്കിൽ ഇൻവേർട്ടേഴ്സൊക്കെ ക്ലിയർ ആയിരിക്കും. പിന്നെ ചോപ്പറും നമുക്ക് സിമ്പിളായിട്ട് പിക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഫേസ് കൺട്രോൾ റെക്ടിഫയറാണ് കുറച്ച് വലിയൊരു മൊഡ്യൂളുള്ളത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്വിച്ചസ് എന്നായിരിക്കും. ബേസിക്കായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് പോവുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കുകയാണ് ഐഡിയൽ. നമ്മൾ സ്വിച്ചിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഐഡിയൽ സ്വിച്ചും പിന്നെന്താ പ്രാക്ടിക്കൽ സ്വിച്ചസും. പ്രാക്ടിക്കൽ സ്വിച്ചസും. എന്താണ് ഒരു ഐഡിയൽ സ്വിച്ച്, പ്രാക്ടിക്കൽ? അതിന് മുന്നേ തന്നെ എന്താണ് സ്വിച്ച് എന്നുള്ളൊരു കൺസെപ്റ്റ് വരാനുള്ള ഒരു കാരണം, സ്വിച്ചിൽ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ഹൗ ഇറ്റ് ബിക്കം ഡിഫറെൻറ്റ് ഫ്രം ഒരു ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ നിന്ന് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ നമ്മളൊരു പവർ ഇലക്ട്രോണിക്സ് എന്ന ബ്രാഞ്ച് എങ്ങനെ ഇവോൾവ് ചെയ്തു തോന്നുന്നു. ഒരു സ്വിച്ച് കൊണ്ട് നമ്മൾ ആ ബ്യൂട്ടി മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ടായത്, റൈറ്റ്? സോ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് വരുന്ന നമ്മുടെ വീട്ടിലൊരു DC വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി യു ഹാവ് ടു കൺവേർട്ട്, നമ്മുടെ വീട്ടിൽ ഒക്കെ വരുന്നത് AC സിഗ്നലാണ്. യു ഹാവ് ടു കൺവേർട്ട് AC ടു DC. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു ഫാൻ വർക്ക് ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള ഫാൻ വർക്ക് ചെയ്യണം, കറണ്ട് ഇല്ല, നമുക്ക് എന്താണ് ഇൻവേർട്ടറാണുള്ളത്. സോ ഒബ്വിയസ്ലി യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് DC, അതായത് ബാറ്ററിയിലത്തെ DC നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഫാൻ വർക്ക് ചെയ്യാൻ AC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ എഗെയിൻ അവിടെ എന്ത് വേണം? പവർ ഇലക്ട്രോണിക്സിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ എന്താണ് നമ്മുടെ ഒരു സ്വിച്ചിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സ്വിച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവർ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒരു നല്ലൊരു ധാരണയിലേക്ക് എത്തിച്ചേരാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഐഡിയൽ സ്വിച്ചും പ്രാക്ടിക്കൽ സ്വിച്ചിൻ്റെയും കുറിച്ചുള്ള ഒരു ഡിഫറൻസ് പഠിക്കാം. അതിന് മുന്നേ തന്നെ ഞാനൊരു യു ഹാവ് എ സ്വിച്ച് ലൈക്ക് ദിസ്. ഇങ്ങനൊരു സ്വിച്ച് ഉണ്ട്. ഇത് കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ISW, ഇത് കൂടെയുള്ള വോൾട്ടേജ് VSW. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച്. ഓക്കെ, അപ്പോൾ ആ സ്വിച്ച് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ
സ്വിച്ച് ഓപ്പൺ ആണെന്ന് വിചാരിക്കുക, ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനാണ് വിചാരിക്കുക. ആ സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനിൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VSW എന്തായിരിക്കും? VSW വെൻ സ്വിച്ച് ഈസ് ഓപ്പൺ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് എന്തുവാകും? മേ ബി എനിത്തിങ്, നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി 0. കറണ്ട് എപ്പോഴാണ്? കറണ്ട് ഒരു ക്ലോസ് പാത്ത് കിട്ടിയാലാണ് എന്ത് ചെയ്യുള്ളൂ, അത് കംപ്ലീറ്റ് ആവുള്ളൂ, റൈറ്റ്? സോ നമുക്ക് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ ISWന് നമുക്ക് എന്താ, സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഇറ്റ് ഡസൻ ഹാവ് എ ക്ലോസ്ഡ് പാത്ത്. സോ ഒബിയസ്ലി വി ക്യാൻ സേ ISW ഈക്വൽ ടു 0. പക്ഷേ നമുക്ക് വോൾട്ടേജ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് മേ ബി എനിത്തിങ്. So obviously what will be the power developed across the switch? Power developed across the switch will be what? VSW into ISW, which is equal to 0 watt. Right? ഞാൻ ഐഡിയൽ കേസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ISW 0 ആണ്. VSW എന്താണ്? ക്യാൻ ബി എനിത്തിങ്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി 0 ആയിക്കഴിഞ്ഞാൽ VSW വിൽ ബി ഈക്വൽ ടു 0 watt. റൈറ്റ്? ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ എടുക്കുകയാണ്. സേ യുവർ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ, ദാറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. നമ്മുടെ സ്വിച്ച് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ചെയ്തേക്കാണ്, ഷോർട്ട് ചെയ്തേക്കാണ്. മേ ബി ലൈക്ക് സേ ഓൺ കണ്ടീഷൻ. അപ്പോൾ VSW ഉണ്ട്, അതേപോലെ നമ്മുടെ കറണ്ട് ISW ഉണ്ട്. വാട്ട് വിൽ ബി VSW എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷോർട്ടാണ്, സ്വിച്ച് ഷോർട്ടല്ലേ, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ അല്ലേ? ഒരു ഓൺ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഷോർട്ട് കണ്ടീഷനിൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ISW എന്തായിരിക്കും? കറണ്ടിനൊരു ക്ലോസ്ഡ് പാത്തില്ലേ, ലൈക്ക് കറണ്ട് നമുക്ക് കറക്റ്റ് വാല്യൂ മാഗ്നിറ്റ്യൂഡ് അറിയില്ല. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, എനി വാല്യൂ, റൈറ്റ്? എന്ത് വാല്യൂ വേണമെങ്കിലും അറ്റൈൻ ചെയ്തിട്ടുണ്ടാവാം കറണ്ടിന്. സോ വാട്ട് വിൽ ബി യുവർ PSW? PSW ഈസ് ഈക്വൽ ടു VSW ഇൻറ്റു ISW. സോ അതെന്തായിരിക്കും? ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി 0 watt, റൈറ്റ്? ഐഡിയൽ സ്വിച്ചിന് വീണ്ടും 0 watt ആയിരിക്കും, കാരണം എന്താ? VSW ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്താണ്? ഒരു പവർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, ഇനി നമ്മളൊരു ഫസ്റ്റ് കൺസെപ്റ്റാക്കി പഠിച്ചു, നമ്മൾ സെക്കൻഡ് കൺസെപ്റ്റാക്കി പഠിച്ചു. നമ്മളൊരു തേർഡ് കൺസെപ്റ്റായിട്ട് ഞാൻ എടുക്കുകയാണ്. നമ്മൾ ഇനി സ്വിച്ചിൻ്റെ കേസിൽ മെയിനായിട്ട് അറിയേണ്ട 4 കാര്യങ്ങളാണ്. സ്മോൾ ടി ഓൺ, സ്മോൾ ടി ഓഫ്, ക്യാപിറ്റൽ ടി ഓൺ, ക്യാപിറ്റൽ ടി ഓഫ്. ഓക്കെ, എന്താണ് സ്മോൾ ടി ഓൺ, എന്താണ് സ്മോൾ ടി ഓഫ്, എന്താണ് ക്യാപിറ്റൽ ടി ഓൺ, എന്താണ് ക്യാപിറ്റൽ ടി ഓഫ്? ഇതിനെക്കുറിച്ച് വളരെ നല്ല ധാരണ ഉണ്ടായിരിക്കണം, എന്നാലാണ് പവർ ഇലക്ട്രോണിക്സിന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ടി ഓൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ, വളരെ ശ്രദ്ധിച്ചിരിക്കണം, ടൈം ടേക്കൺ ടു turn on the switch. Okay, T on, small t on എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു ടേൺ ഓൺ ദ സ്വിച്ച്. ഇനി സ്മോൾ ടി ഓഫ് എന്താ? ടൈം ടേക്കൺ ടു ടേൺ ഓഫ് ദ സ്വിച്ച്. ഓക്കെ, ടൈം ടേക്കൺ ടു ടേൺ ഓഫ് ദ സ്വിച്ച്. ഇനി ക്യാപിറ്റൽ ടി ഓൺ എന്താ? ഞാൻ എല്ലാത്തിലേക്കും വരാം, ഞാൻ ഡയഗ്രാം വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. എന്താണ് സ്മോൾ ടി ഓൺ, എന്താണ് സ്മോൾ ടി ഓഫ്, എന്താണ് ടി ഓൺ, ക്യാപിറ്റൽ ടി ഓൺ, എന്താണ് ക്യാപിറ്റൽ ടി ഓഫ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിടുക, എന്താണ് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക. ടി ഓൺ, സ്മോൾ ടി ഓൺ എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു ടേൺ ഓൺ ദ സ്വിച്ച്. ടി ഓഫ്, സ്മോൾ ടി ഓഫ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു ടേൺ ഓഫ് ദ സ്വിച്ച്. ഇനി ക്യാപിറ്റൽ ടി ഓൺ എന്ന് പറയുന്നത് time during which the switch is under steady state on condition. Time during which the switch is under steady state on condition ആണ് ക്യാപിറ്റൽ ടി ഓൺ എന്ന് പറയുക. ഇനി ടി ഓഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടൈം ഡ്യൂറിങ് വിച്ച് സ്വിച്ച് ഈസ് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ. അതാണ് നമ്മുടെ ക്യാപിറ്റൽ ടി ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 കൺസെപ്റ്റും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്.
ഒരു മിനിറ്റ്, ഞാനത് മായ്ക്കുന്നുണ്ട്. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഞാനൊരു സ്വിച്ചിന് അക്രോസുള്ള കറണ്ടും അതേപോലെ സ്വിച്ചിന് അക്രോസുള്ള വോൾട്ടേജുമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സേ ISW, സേ ദിസ് ആസ് VSW. അങ്ങനെയാണെങ്കിൽ ISW എന്ന് നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ടി ഓൺ എന്ന് പറഞ്ഞത് ടൈം ടേക്കൺ ടു ടേൺ ഓൺ ദ സ്വിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ എന്താണ് സംഭവിക്കുക? കറണ്ട് എന്തായിരിക്കും? ലൈക്ക് ടേൺ ഓഫ് ആണെങ്കിൽ കറണ്ട് ഒബ്വിയസ്ലി ISW ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ 0 സ്റ്റേജിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രൈ ടു അറ്റൈൻ എ സ്റ്റേബിൾ സ്റ്റേജ്. ലൈക്ക് പതുക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ലൈക്ക് ആൻഡ് ഇറ്റ് വിൽ stay on its steady state for some time until the switch is turned off. സ്വിച്ച് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പതുക്കെ കറണ്ട് ടേൺ ഓഫ് ആയി വന്ന് 0യിലേക്ക് വീണ്ടും പതിക്കും. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഞാനിതിനെ വരയ്ക്കുകയാണ്, കറക്റ്റ് വരയ്ക്കാനാണ് ഞാനിങ്ങനെ വരച്ചു വെച്ചത്. അപ്പോൾ ഞാൻ കറണ്ടിൻ്റെ വേവ് ഫോമാണ് വരച്ചിട്ടുള്ളത്. സേ ഇറ്റ് വിൽ ബി ലൈക്ക് അൺടിൽ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ഇതെന്തായിരിക്കും? ടേൺ ഓഫ്, അത് കറണ്ടിൻ്റെ വാല്യൂ 0 ആയിട്ട് തന്നെ കിടക്കും. സേ അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ് വീണ്ടും എന്ത് ചെയ്തു? ടേൺ ഓൺ ചെയ്തു. ഇറ്റ് മേ ബി ഇൻക്രീസിങ്, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളെ വോൾട്ടേജ് വേവ് ഫോമാണ് വരയ്ക്കേണ്ടത്. വോൾട്ടേജ് വേവ് ഫോം എടുക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. വൈ? നമ്മുടെ ടേൺ ഓഫ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് എന്തായിരിക്കും? മേ ബി എനിത്തിങ്, ഇറ്റ് മേ ബി എനി വാല്യൂ. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ആൻഡ് വെൻ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ ഇറ്റ് എന്തായിരിക്കും സംഭവിക്കുക? പതുക്കെ ഓഫ്, അതായത് VSW എന്ന് പറയുന്നത് 0യിലേക്ക് ടെൻഡ് ചെയ്ത് പോവും. ആൻഡ് ഇറ്റ് വിൽ ബി 0 അറ്റ് ഇറ്റ്സ് സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റിൽ അത് 0 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ സ്റ്റിൽ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്. ടേൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഇറ്റ് വിൽ ട്രൈ ടു അറ്റൈൻ ഇറ്റ്സ് വോൾട്ടേജ്, ഇറ്റ്സ് മാക്സിമം വോൾട്ടേജ്. അഗെയിൻ ഇറ്റ് ഗോ ലൈക്ക് ദിസ്, അഗെയിൻ ഇറ്റ് റെഡ്യൂസസ്. റൈറ്റ്, ഇങ്ങനെയാണ് അത് പോവുക. അപ്പം നമ്മൾ ഈ ടി ഓൺ ഇവിടെ വരുന്നു. ഐ ടോൾഡ് ടൈം ടേക്കൺ ടു ടേൺ ഓൺ ദ സ്വിച്ച് ആണ് സ്മോൾ ടി ഓൺ. ടൈം ടേക്കൺ ടു ലൈക്ക് ടൈം ഡ്യൂറിങ് വിച്ച് ദ സ്വിച്ച് ഈസ് അണ്ടർ ദ സ്റ്റഡി സ്റ്റേറ്റ് ഓൺ കണ്ടീഷൻ. ഇതാണ് നമ്മുടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റേബിളായി ഇരിക്കുന്ന സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ എത്ര നേരം നിൽക്കുന്നോ, എത്ര നേരം ടേൺ ഓൺ ആയിട്ടിരിക്കുന്നോ ആ ടൈമിനെയാണ് ക്യാപിറ്റൽ ടി ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സമയമാണ് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ. ഓക്കെ, ദാറ്റ് ഈസ് ടിൽ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്. ടൈം ടേക്കൺ ടു ടേൺ ഓഫ് ദ സ്വിച്ച് ആണെന്ത്? സ്മോൾ ടി ഓഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് ടിൽ ലൈക്ക് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച് ടേൺ ഓഫ് ആണെങ്കിൽ ആ ഒരു സമയം സ്റ്റഡി സ്റ്റേറ്റ്, അതായത് പൂർണ്ണമായും സ്വിച്ച് ഓഫ് ഇരിക്കുന്ന സമയത്തിനെയാണ് ക്യാപിറ്റൽ ടി ഓഫ് എന്ന് പറയുന്നത്. അതായത് ടൈം ഡ്യൂറിങ് വിച്ച് ദ സ്വിച്ച് ഈസ് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ. സോ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് ബേസിക്കായിട്ട് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മളൊരു പ്രാക്ടിക്കൽ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐഡിയൽ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ, ഞാൻ ഐഡിയൽ സ്വിച്ചിൻ്റെ കേസാണ് പറഞ്ഞത്. ഐഡിയൽ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ for an ideal switch small t on will be equal to small t off will be equal to 0 seconds. അതായത് ഈ ഒരു സമയം ഉണ്ടാവില്ല ഏത് ഐഡിയൽ സ്വിച്ചിന്. അതായത് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ടേൺ ഓഫ് ആയ സമയത്ത് എന്തായിരിക്കും? VSW വോൾട്ടേജ് ഉണ്ടാവും, സ്വിച്ചിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടാവും. ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ബിൽഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. ഈ ഒരു ലൈക്ക് അത് കുറച്ച് നേരം നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ലൈക്ക് ഈ ഒരു സ്മോൾ ടി ഓണും സ്മോൾ ടി ഓഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതിലില്ല? ഐഡിയൽ സ്വിച്ചിൻ്റെ കേസിൽ ഇല്ല. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 seconds. ഓക്കെ, ബട്ട് വേറൊരു കാര്യം, നമ്മൾ പ്രാക്ടിക്കൽ സ്വിച്ചിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വിച്ച് പൂർണ്ണമായും ഓഫായി ഇരിക്കില്ല. ഒരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ലൈക്ക് സ്വിച്ച് പ്രാക്ടിക്കൽ കേസിൽ എടുക്കുകയാണെങ്കിൽ സ്വിച്ച് പൂർണ്ണമായും ഓണായിരിക്കുന്ന സമയത്ത്
there will be a small voltage that is, നമുക്ക് പറയാം, it is like നമ്മൾ ഈ ഒരു വോൾട്ടേജിനെ വിളിക്കുന്നതാണ് ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ്. ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് സ്വിച്ച് ഓൺ ചെയ്ത് മീൻസ് സ്വിച്ച് പൂർണ്ണമായും ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് ഉണ്ടാവും. അതായത് VSW എന്ന് പറയുന്നത് ഒരു സ്മോൾ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, മേ ബി ഇൻ മില്ലി വോൾട്ട്, മേ ബി ഇൻ സം വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിന്ന് കുറച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് എത്ര വോൾട്ടേജ് ഡ്രോപ്പാണ് നമ്മുടെ ഒരു തൈറിസ്റ്റർ, എത്ര വോൾട്ടേജ് ഡ്രോപ്പാണ് തൈറിസ്റ്ററിൽ ഉണ്ടാവുക, മേ ബി ലൈക്ക് 1 വോൾട്ട് ആണോ അതോ എത്ര വോൾട്ട് ആണോ എന്ന് ചോദിച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ സ്വിച്ചിൻ്റെ കേസ് തന്നെ നമ്മൾ ടേൺ ഓഫ് ആയിരിക്കുമ്പോഴും, അതായത് ഈ ടേൺ ഓഫ് ആയിരിക്കുമ്പോഴും ISW എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും 0 അറ്റൈൻ ചെയ്യില്ല. ദർ വിൽ ബി സം ലീക്കേജ് കറണ്ട്, സം ലീക്കേജ് കറണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു ലീക്കേജ് കറണ്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു പ്രാക്ടിക്കൽ സ്വിച്ചിൻ്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാഡ്രന്റ് ഓപ്പറേഷൻ. ക്വാഡ്രന്റ് ഓപ്പറേഷൻ ഓഫ് സ്വിച്ച്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഒരു ക്വാഡ്രൻറ്റ് വരയ്ക്കുകയാണ്. ദിസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഉണ്ട്, സെക്കൻഡ് ക്വാഡ്രൻറ്റ് ഉണ്ട്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. നമ്മൾ സ്വിച്ചിൻ്റെ കേസിൽ നമ്മളെ ക്വാഡ്രൻറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ISW വേഴ്സസ് VSW ആയിരിക്കും. ഓക്കെ, എന്താണ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ? മേ ബി ലൈക്ക് കറണ്ട് പോസിറ്റീവ് ആവാം, വോൾട്ടേജ് നെഗറ്റീവ് ആവാം, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില സ്വിച്ചുകൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം വർക്ക് ചെയ്യുന്നതാവാം, ചില സ്വിച്ചുകൾ സെക്കൻഡ് ക്വാഡ്രന്റിലാവും, ചില സ്വിച്ചുകൾ ഫോർത്ത് ക്വാഡ്രന്റിലാവും. അപ്പോൾ അങ്ങനെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്വിച്ച് ലൈക്ക് വിച്ച് ക്വാഡ്രന്റ് ഇറ്റ് വർക്ക്സ് ഓൺ, റൈറ്റ്? സോ നമ്മൾ ഈ ഒരു ക്വാഡ്രന്റ് ഓപ്പറേഷൻ ഓഫ് സ്വിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ടു കേരള ടെക് അക്കാഡമി. ബാക്കിയുള്ള ക്ലാസ്സുകളും കാണുക. എല്ലാവരും ഓരോരോ സെഷൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സിന് ഓരോരോ നോട്ട് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ 2-3 ക്ലാസ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്.